എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ 11-ാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. LDC എക്സാം അല്ലെങ്കിൽ 10th പ്രിലിംസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 3 വോളിയങ്ങളിലായിട്ടാണ് ഈ റാങ്ക് ഫയൽ ലഭ്യമാകുന്നത്. അപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള റിസർച്ച് സ്കോളേഴ്സ് തയ്യാറാക്കിയ ഈ പുസ്തകം നിങ്ങൾക്ക് ഓൺലൈൻ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു നിയമന വാർത്തയാണ്. നമുക്ക് പരിശോധിക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിതനാവുന്നത് ആരാണ്? ഇതിന്റെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ MDയും സിഇഒയുമായി നിയമിതനാവുന്നത് ആരാണ്? മഹേഷ് മുരളീധർ പൈ ആണ് കേട്ടോ. മഹേഷ് മുരളീധർ പൈ ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ MD മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ സിഇഒയുമായിട്ട് നിയമിതനാവുന്നത്. ഓർക്കുക, 3 വർഷത്തേക്കാണ് ഇദ്ദേഹത്തിന്റെ നിയമനം. 3 വർഷത്തേക്കായിരിക്കും ഇദ്ദേഹത്തിന്റെ നിയമനം. അപ്പോൾ നമ്മൾ പഠിച്ച ആദ്യത്തെ നിയമന വാർത്ത എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പുതിയ MDയും സിഇഒയുമായിട്ട് നിയമിതനാവുന്നത് ആരാണ്? മഹേഷ് മുരളീധർ പൈ. ഇനി നമുക്ക് ഒരു വേദിയെ സംബന്ധിച്ച വാർത്ത പരിശോധിക്കാം. 2026 ജൂലൈയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് വേദിയായത് എവിടെയാണ്? ഒന്നുകൂടി ആവർത്തിക്കാം. 2026 ജൂലൈയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് വേദിയായത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലായിരുന്നു എന്ത് നടന്നത്? 2026 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നടന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായ അന്നപൂർണ ദേവിയാണ്. അതുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ആരാണ്? അന്നപൂർണ ദേവി. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായ അന്നപൂർണ ദേവി ആയിരുന്നു ഈ ഒരു മന്ത്രിതല യോഗം ഉദ്ഘാടനം ചെയ്തത്. എവിടെയായിരുന്നു ഈ ബ്രിക്സിന്റെ വനിതാ മന്ത്രിതല യോഗത്തിന് വേദിയായത്? എവിടെയായിരുന്നു? അത് കൊച്ചിയായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച രണ്ടാമത്തെ പോയിന്റ് എന്താണ്? 2026 ജൂലൈയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് വേദിയായത് എവിടെയാണ്? കൊച്ചി. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത നമുക്ക് പരിശോധിക്കാം. മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലിയുടെ ജീവിതം പ്രമേയമായി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ്? മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലിയുടെ ജീവിതം പ്രമേയമായി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ്? ദാദ. നമുക്കറിയാം, അദ്ദേഹത്തിനെ സ്നേഹത്തോടെ ആരാധകരും അദ്ദേഹത്തിന്റെ സഹതാരങ്ങളും സഹകളിക്കാരും വിളിച്ചിരുന്ന പേരാണ് ദാദ എന്നുള്ളത്. അപ്പോൾ സൗരവ് ഗാംഗുലിയുടെ ജീവിതം പ്രമേയമായിട്ട് നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? ദാദ. അതിൽ ദാദയായി വേഷമിടുന്നത് ആരാണെന്ന് കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. രാജ്കുമാർ റാവു ആണ് കേട്ടോ. മുൻ നാഷണൽ അവാർഡ് ജേതാവായ രാജ്കുമാർ റാവു ആണ് ഇതിൽ സൗരവ് ഗാംഗുലി ആയിട്ട് വേഷമിടുന്നത്. അതുപോലെ തന്നെ ഈ ചിത്രം സംവിധാനം ചെയ്യുന്നതും ആരാണ്? വിക്രമാദിത്യ മോത്വാനി. ആരാണ്? വിക്രമാദിത്യ മോത്വാനി എന്ന് പറയുന്ന ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ദാദ സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്താണ് ദാദ സിനിമയുടെ വാർത്താ പ്രാധാന്യം? സൗരവ് ഗാംഗുലിയുടെ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനായിരുന്ന സൗരവ് ഗാംഗുലിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് ദാദ. അതിൽ ദാദയായി വേഷമിടുന്നത് ആരാണ്? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാജ്കുമാർ റാവു ആണ് കേട്ടോ. ആരാണ്? രാജ്കുമാർ റാവു. സംവിധാനം ആരാണ്? വിക്രമാദിത്യ മോത്വാനി. ഇനി നമുക്കൊരു വൈറസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പരിശോധിക്കാം. 2026 ജൂലൈയിൽ ചാന്ദിപുര വൈറസ് ബാധ മൂലമുള്ള മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ്? 2026 ജൂലൈയിൽ ഏത് വൈറസാണ്? ചാന്ദിപുര വൈറസ് ബാധ മൂലമുള്ള മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്തിലാണ് ചാന്ദിപുര വൈറസ് മൂലമുള്ള മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള ഒരു 6 വയസ്സുകാരുടെ നമ്മുടെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആ ഒരു മരണമാണ് ചാന്ദിപുര വൈറസ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ചാന്ദിപുര വൈറസ് നമ്മൾ ഇതിനു മുൻപ് നമുക്കറിയാം പരീക്ഷയിൽ രോഗങ്ങളും രോഗകാരികളും ഒക്കെ ചോദിക്കാറുള്ളതാണ്. അതുപോലെ ചാന്ദിപുര കുറച്ച് നാളുകൾക്ക് മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ്. ഈ ചാന്ദിപുര എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമമാണ്. മഹാരാഷ്ട്രയിലെ ചാന്ദിപുര എന്ന ഗ്രാമത്തിൽ 1965 ആദ്യമായിട്ട് ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏത് വർഷമായിരുന്നു? 1965 ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗ്രാമത്തിന്റെ പേരായിരുന്നു ചാന്ദിപുര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിന്റെ പേരിലാണ് പിന്നീട് ഈ രോഗം അറിയപ്പെട്ടത്. ഈ ചാന്ദിപുര ഏത് സംസ്ഥാനത്താണ്? അത് മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്രയാണ്. അതുകൂടെ മറന്നു പോകരുത്.
മഹാരാഷ്ട്രയിൽ ചാന്ദിപുരയിൽ 1965 ആദ്യമായിട്ട് ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? 2026 ജൂലൈയിൽ ചാന്ദിപുര വൈറസ് ബാധ മൂലമുള്ള മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത, തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട 3 പൗരാണിക വിഗ്രഹങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്നാണ്. ശ്രദ്ധിക്കുക, തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട 3 പൗരാണിക വിഗ്രഹങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ ആണ് കേട്ടോ, ഓസ്ട്രേലിയ. അപ്പൊ എന്താണ് ഈ വാർത്തയുടെ പ്രാധാന്യം? നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട 3 പൗരാണിക വിഗ്രഹങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏത് രാജ്യം? ഓസ്ട്രേലിയ. ഗ്രാനൈറ്റിൽ നിർമ്മിച്ച ഒരു നന്ദി, ഗ്രാനൈറ്റിൽ നിർമ്മിച്ച ഒരു നന്ദി വിഗ്രഹം, അതുപോലെ വെങ്കലത്തിൽ നിർമ്മിച്ച ഒരു കാളി വിഗ്രഹം, അതുപോലെ ബസാൾട്ടിൽ നിർമ്മിച്ച ഒരു സ്കന്ദ മുരുകന്റെ വിഗ്രഹവുമാണുള്ളത്. അപ്പൊ എന്താണ്, ഏതൊക്കെയാണ് ആ 3 വിഗ്രഹങ്ങൾ? ഗ്രാനൈറ്റിൽ നിർമ്മിച്ച ഒരു നന്ദി വിഗ്രഹം, അതുപോലെ വെങ്കലത്തിൽ നിർമ്മിച്ച ഒരു കാളി വിഗ്രഹവുമുണ്ട്, അതുപോലെ ബസാൾട്ടിൽ നിർമ്മിച്ച 6 തലയുള്ള സ്കന്ദ അല്ലെങ്കിൽ 6 തലയുള്ള ഒരു മുരുകന്റെ വിഗ്രഹവുമാണ് തിരികെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ തീരുമാനത്തിന് കാരണമായത് നമുക്കറിയാം, ഒരു ത്രിരാഷ്ട്ര സന്ദർശനത്തിനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ആ സന്ദർശന വേളയിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സന്ദർശന വേളയിൽ അദ്ദേഹം സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ പേര് കൂടെ നമുക്ക് ഓർത്തിരിക്കാം. എന്താണ്? ആന്റണി ആൽബനീസ്. ആന്റണി ആൽബനീസ് ആണ് നിലവിലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി. അപ്പോൾ നമ്മൾ പഠിച്ച വാർത്ത എന്തായിരുന്നു? തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട 3 പൗരാണിക വിഗ്രഹങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ തീരുമാനിച്ചു. ആര്? ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായ ആന്റണി ആൽബനീസ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണ്? ആന്റണി ആൽബനീസ് ആണ്. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കാം, തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട 3 പൗരാണിക വിഗ്രഹങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ ഓസ്ട്രേലിയ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഏതൊക്കെയാണ് ആ വിഗ്രഹങ്ങൾ എന്ന് നോക്കാം. ഗ്രാനൈറ്റിൽ തീർത്ത ഒരു നന്ദി വിഗ്രഹം ഉണ്ടായിരുന്നു, വെങ്കലത്തിൽ തീർത്ത ഒരു കാളി വിഗ്രഹവുമുണ്ട്, അതുപോലെ ബസാൾട്ടിൽ തീർത്ത ഒരു മുരുകന്റെ വിഗ്രഹവുമാണ് ഇന്ത്യക്ക് തിരികെ ലഭിക്കുന്നത്. വരാനിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരീക്ഷയൊന്നാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. അപ്പോൾ ഈ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉന്നത റാങ്ക് നേടാൻ സഹായിക്കുന്ന ഒരു റാങ്ക് ഫയലാണ് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിരിക്കുന്നത്. സിലബസ് അധിഷ്ഠിതമായിട്ട് മുൻവർഷ ചോദ്യപേപ്പറുകളെല്ലാം ഉൾപ്പെടുത്തി മുൻവർഷ ചോദ്യപേപ്പറുകൾ അടിസ്ഥാനപ്പെടുത്തിയും നിർമ്മിച്ച ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ട് എത്തിച്ചേരാനായിട്ട് ഈ ഒരു റാങ്ക് ഫയൽ ഹെൽപ്പ് ചെയ്യും. ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത, സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ നലം AI എന്ന വാട്സാപ്പ് ചാറ്റ് ബോട്ട് സർവീസിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ നലം AI എന്ന വാട്സാപ്പ് ചാറ്റ് ബോട്ട് സർവീസിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? ഇത് തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാടാണ്. എന്താണ് ആ ചാറ്റ് ബോട്ട് സർവീസിന്റെ പേരെന്താണ്? നലം AI. നലം AI ആണ്. നമുക്ക് OP ടിക്കറ്റ്, അതുപോലെ രജിസ്ട്രേഷൻ, ഈ സേവനങ്ങളെല്ലാം ഈ ഒരു ചാറ്റ് ബോട്ടിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു കുട്ടികളെ? സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ നലം AI, ഒന്നുകൂടി ഓർത്തിരിക്കുക, നലം AI എന്ന വാട്സാപ്പ് ചാറ്റ് ബോട്ട് സർവീസിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ പരിശോധിക്കാം. KD ജാദവിന്റെ ജീവിതം പ്രമേയമായി നിർമ്മിച്ച മറാഠി ചലച്ചിത്രം. KD ജാദവിന്റെ ജീവിതം പ്രമേയമായി നിർമ്മിച്ച മറാഠി ചലച്ചിത്രം ഏതാണ്? കശ്യപയാണ് കേട്ടോ. കശ്യപയാണ് KD ജാദവിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു വ്യക്തിഗത മെഡൽ സമ്മാനിക്കുന്നത് ആരായിരുന്നു? അത് KD ജാദവാണ്. ആ KD ജാദവിന്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആ ഒരു ജേണിയാണ് സിനിമാ രൂപത്തിൽ നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഏത് ഭാഷയിലാണ് ഇത് പുറത്തിറങ്ങുന്നത്? ഈ ചിത്രം പുറത്തിറങ്ങുന്നത് അത് മറാഠി ഭാഷയിലാണ്. ചിത്രത്തിന്റെ പേര് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, മറന്നു പോകരുത്, അത് കശ്യപ എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ പേര്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലായിരുന്നു KD ജാദവ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിൽ ഇന്ത്യക്ക് ഒരു ബ്രോൺസ് സമ്മാനിക്കുന്നത്. ഏത് ഒളിമ്പിക്സിലായിരുന്നു? 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ് ആണ് കേട്ടോ.
1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിന് ഇന്ത്യക്ക് ബ്രോൺസ് മെഡൽ ആര് സമ്മാനിച്ചു? നമ്മുടെ KD ജാദവ് സമ്മാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന മറാഠി ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? അത് കഷബയാണ്. ഇനി ആരാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്? സൈറത്ത് പോലുള്ള ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള നാഗരാജ് മാഞ്ചൂൾ. ആരാണ്? നാഗരാജ് മാഞ്ചൂൾ. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നാഗരാജ് മാഞ്ചൂൾ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു പോയതായിരുന്നു KD ജാദവിന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന മറാഠി ചലച്ചിത്രം ഏതാണ്? അത് കഷബ. ഒരു വേദിയുമായി ബന്ധപ്പെട്ട പോയിന്റ് നമുക്ക് ചർച്ച ചെയ്യാം. 14ാമത് ഗ്ലോബൽ ഡയബറ്റിസ് കൺവെൻഷന്റെ വേദി. 14ാമത് ഗ്ലോബൽ ഡയബറ്റിസ് കൺവെൻഷന്റെ വേദി എവിടെയാണ്? ഇത് കേരളത്തിലാണ്, കോവളത്തിലാണ് നടക്കുന്നത്. കോവളം, കേരളത്തിലെ കോവളത്തിലാണ് ഇത് നടക്കുന്നത്. എന്താണ്? 14ാമത് ഗ്ലോബൽ ഡയബറ്റിസ് കൺവെൻഷന്റെ വേദി. 3 ദിവസത്തെ കൺവെൻഷൻ ആയിരിക്കും നടക്കുന്നത്. ത്രിദിന കൺവെൻഷൻ ആയിരിക്കും. അപ്പോൾ അതിന്റെ വേദി എവിടെയാണ്? 14ാമത് ഗ്ലോബൽ ഡയബറ്റിസ് കൺവെൻഷന്റെ വേദി എവിടെയാണ്? അത് കോവളത്ത് വെച്ചാണ് നടക്കുന്നത് കേട്ടോ. നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പോയിന്റ്, 2026 ജൂലൈയിൽ പഴക്കമുള്ള ഗോപുരം തകർന്നു വീണ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? 2026 ജൂലൈയിൽ പഴക്കമുള്ള ഗോപുരം തകർന്നു വീണ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഇതിൽ ക്ലോക്ക് ടവർ തകർന്നു വീണത് എവിടെയായിരുന്നു? അത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കേട്ടോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പഴക്കമുള്ള ഗോപുരം, ക്ലോക്ക് ടവർ തകർന്നു വീണത്. 100ലേറെ വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവർ ആയിരുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തകർന്നു വീണത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു പോയിന്റ് ആയിരുന്നു. ആ പോയിന്റ് 2026 ജൂലൈയിൽ പഴക്കമുള്ള ഗോപുരം തകർന്നു വീണ റെയിൽവേ സ്റ്റേഷൻ. വാർത്തകളിൽ നിറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേഷൻ ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്. എവിടെയാണ്? അത് കോഴിക്കോടാണ് കേട്ടോ. ടെക്നോളജി മേഖലയിൽ നിന്നുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. പുതിയ AI മോഡലുകളായ സോൾ, ടെറ, ലൂണ എന്നിവ പുറത്തിറക്കിയ കമ്പനി ഏതാണ്? പുതിയ AI മോഡലുകളാണ്. മോഡലുകളുടെ പേര് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. സോൾ, ടെറ, ലൂണ. അപ്പോൾ സോൾ, ടെറ, ലൂണ ഈ AI മോഡലുകൾ പുറത്തിറക്കിയ കമ്പനിയുടെ പേരെന്താണ്? അത് ഓപ്പൺ AI ആണ് കേട്ടോ. ഓപ്പൺ AI ആണ് ഈ AI മോഡലുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ആ AI മോഡലുകളുടെ പേര്? സോൾ ഉണ്ട്, ടെറയുണ്ട്, ലൂണയുണ്ട്. അപ്പോൾ സോൾ, ടെറ, ലൂണ ഈ AI മോഡലുകൾ പുറത്തിറക്കിയ കമ്പനിയുടെ പേര് ഇനി മറന്നു പോകരുത്. അത് ഓപ്പൺ AI ആണ്. ChatGPT ഒക്കെയുള്ള ഓപ്പൺ AI ആണ് സോൾ, ടെറ, ലൂണ AI മോഡലുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായി പരിശോധിക്കുന്നത്. 2026 ജൂലൈയിൽ നൃത്യരംഗം ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓർഗനൈസേഷന്റെ നാച്ചോ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനാണ് കേട്ടോ. ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ്. ഏതാണ് അവാർഡ്? നൃത്യരംഗം ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓർഗനൈസേഷന്റെ നാച്ചോ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ലഭിച്ചു. സിനിമ നാടക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ 30,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത്. എത്രയാണ്? 30,000 രൂപ. 30,000 രൂപയും പ്രശസ്തി പത്രവുമാണ് ഈ ഒരു അവാർഡിലുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. എന്താണ് ഈ പോയിന്റിന്റെ പ്രാധാന്യം? 2026 ജൂലൈയിൽ നൃത്യരംഗം ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓർഗനൈസേഷന്റെ നാച്ചോ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ. 2026 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമുക്ക് പഠിക്കാം. ആർക്കാണ്? ഗായിക സുജാതയ്ക്കായിരുന്നു 2026 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. ആർക്കായിരുന്നു? ഗായിക സുജാതയ്ക്ക്. അതുപോലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കവി ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. ആർക്കായിരുന്നു? ശ്രീകുമാരൻ തമ്പി. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കവി ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? 2026 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് സുജാതയ്ക്കാണ്. 25,000 രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നായർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം കേട്ടോ. അതുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇപ്പൊ 2026 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുജാതയ്ക്കും. സമഗ്ര സംഭാവനയ്ക്ക് കവി ശ്രീകുമാരൻ തമ്പിക്കും ഈ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അടുത്തായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗ വാർത്തയാണ്. 2026 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത പോപ്പ് ഗായിക. 2026 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത പോപ്പ് ഗായികയുടെ പേരാണ് ബോണി ടൈലർ. ആരാണ്? ബോണി ടൈലർ ആയിരുന്നു 2026 ജൂലൈയിൽ നമ്മോടൊക്കെ വിട പറഞ്ഞത്. ആരാണ്? ബോണി ടൈലർ. 1977 പുറത്തിറങ്ങിയ ദ വേൾഡ് സ്റ്റാർട്ട്സ് ടുനൈറ്റ്. ഏതാണ്? ദ വേൾഡ് സ്റ്റാർട്ട് ടുനൈറ്റ് ആയിരുന്നു 1977 പുറത്തിറങ്ങിയ ദ വേൾഡ് സ്റ്റാർട്ട്സ് ടുനൈറ്റ് ആയിരുന്നു പുള്ളിക്കാരത്തിൻ്റെ ആദ്യത്തെ ആൽബം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച വാർത്ത എന്താണ്? 2026 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത പോപ്പ് ഗായിക ആരാണ്? ബോണി ടൈലർ.
എന്നാൽ ബോണി ടൈലറിന്റെ കരിയറിലെ ഏറ്റവും പ്രസിദ്ധമായ ഗാനം ദ ടോട്ടൽ എക്ലിപ്സ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്ന ഗാനമായിരുന്നു. അതുപോലെ തന്നെ ബോണി ടൈലർക്ക് സംഗീതത്തിലുള്ള സമഗ്ര സംഭാവനകൾക്കായി ബ്രിട്ടീഷ് ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഡ്രൈവർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയലിന്റെ കുറവായിരുന്നു. ആ കുറവ് പരിഹരിച്ച് ടാലന്റ് അക്കാദമി പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്കായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടുത്തി ഒരു പുസ്തകം പുറത്തിറക്കിയിരുന്നു, റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കുക, ഫയർമാൻ ഡ്രൈവറിനും CEO ഡ്രൈവറിനും AP ഡ്രൈവറിനും ഈ പുസ്തകം ഉപകാരപ്രദമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുസ്തകം പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ട് ഡ്രൈവ് ചെയ്ത് പോവുക. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഓർത്തെടുക്കാനുള്ള ടൈമാണ്. നമ്മൾ ആദ്യം പഠിച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി നിയമിതനാവുന്ന ആളുടെ പേരായിരുന്നു മഹേഷ് മുരളീധർ പൈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ 2026 ജൂലൈയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് വേദിയായത് എവിടെയായിരുന്നു? അത് കൊച്ചിയിലായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലിയുടെ ജീവിതം പ്രമേയമായി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തെ പറ്റിയാണ്. നമുക്കിപ്പോൾ അറിയാം, നമുക്ക് അതിന്റെ പേര് ധാധ എന്നാണ്. അതുപോലെ 2026 ജൂലൈയിൽ ചാന്ദിപുര വൈറസ് ബാധ മൂലമുള്ള മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം എവിടെയായിരുന്നു? അത് ഗുജറാത്ത് ആയിരുന്നു. തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട 3 പൗരാണിക വിഗ്രഹങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതായിരുന്നു? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അത് ഓസ്ട്രേലിയ ആണ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ നലം എന്ന വാട്സാപ്പ് ചാറ്റ് ബോട്ട് സർവീസ് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതായിരുന്നു? നമുക്കറിയാം, അത് തമിഴ്നാടാണ്. അതുപോലെ KD ജാദവിന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന മറാത്തി ചലച്ചിത്രത്തിന്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു. എന്നോടൊപ്പം പറഞ്ഞോ, അതിന്റെ പേര് കഷബ. അതുപോലെ 14ാമത് ഗ്ലോബൽ ഡയബറ്റിസ് കൺവെൻഷന്റെ വേദി എവിടെയാണെന്ന് നമ്മൾ പഠിച്ചില്ലേ? അത് കോവളമാണ്. അതുപോലെ 2026 ജൂലൈയിൽ പഴക്കമുള്ള ഗോപുരം തകർന്നു വീണ ഒരു കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, അത് കോഴിക്കോടാണ്. ഏതാണ്? കോഴിക്കോട്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് പുതിയ AI മോഡലുകളായ സോൾ, ടെറ, ലൂണ എന്നിവ പുറത്തിറക്കിയ കമ്പനിയെ പറ്റിയിട്ടായിരുന്നു. ഓപ്പൺ AI ആണ് ഈ AI മോഡലുകൾ പുറത്തിറക്കിയത്. അതുപോലെ 2026 ജൂലൈയിൽ നൃത്യരംഗം ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓർഗനൈസേഷന്റെ നാച്ചോ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു എന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ആർക്കായിരുന്നു അത്? ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനായിരുന്നു കേട്ടോ. അതുപോലെ 2026 G ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആർക്കായിരുന്നു അത്? സുജാതയ്ക്കായിരുന്നു ഈ ഒരു പുരസ്കാരം ലഭിച്ചിരുന്നത്. 2026 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത പോപ്പ് ഗായികയുടെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ബോണി ടൈലർ. എന്താണ്? ബോണി ടൈലർ. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 2026 ജൂലൈയിൽ IMF സാമ്പത്തിക കൗൺസിലറായും ഗവേഷണ വകുപ്പ് മേധാവിയുമായി നിയമിതനായത്? ഓപ്ഷൻ A സിവന ടെൻറിയോ, ഓപ്ഷൻ B ക്രിസ്റ്റലീന ജോജീവ, ഓപ്ഷൻ C ക്രിസ്റ്റിൻ ലഗാർഡെ, ഓപ്ഷൻ D ഗീത ഗോപിനാഥ്. അപ്പോൾ ശരിയായ ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻടാങ് ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ നൽകി ആദരിക്കപ്പെട്ടത് ആർക്കാണെന്നാണ്? ഓപ്ഷൻ A വിക്രം മിശ്രി ആണോ? ഓപ്ഷൻ B നരേന്ദ്രമോദി ആണോ? ഓപ്ഷൻ C ദ്രൗപദി മുർമു ആണോ? ഓപ്ഷൻ D S ജയശങ്കർ ആണോ? കമന്റ് ചെയ്തോളൂ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. 2026 ജൂലൈയിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ C AP അഹമ്മദുൽ കബീർ ആയിരുന്നു 2026 ജൂലൈയിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായി നിയമിതനായത്. രണ്ടാമത്തെ ചോദ്യം, പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ A ഇന്തോനേഷ്യ ആണ് കേട്ടോ. പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം. ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ